ഓഫീസ് കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഓൺ ദി വേ. സോ ഈ റൂട്ടിലേക്കാണ് ഞാൻ ഇനി നടന്ന് പോവാറ്. ആ റൂട്ടിലേക്ക് അങ്ങനെ പോവാം. സാധാരണ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കൂടെ അമ്മ ഉണ്ടാവാറുണ്ട്. അമ്മ ഉള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാനവളും കൂടെ അടുത്ത ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കയറി എന്താ പറയുക കുറച്ച് ചായയും കടിയൊക്കെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ മെല്ലെ നിങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് പോവാറ്. കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ ലീവാണ്, ഓഫീസിലേക്ക് വരുന്നില്ല. അപ്പോൾ അമ്മ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നേരത്തെ കാലത്ത് ഇപ്പോൾ ഹോസ്റ്റലിൽ എത്തുകയാണ്. ഇല്ലെങ്കിൽ സാധാരണ നേരത്തെ ടൈം എടുക്കും. അതുപോലെ തന്നെ ഈ ഒരിത് കഴിഞ്ഞതും തന്നെ എനിക്ക് ജിമ്മുണ്ട്. സോ ഞാൻ ജിമ്മിൽ പോവാറുണ്ട്. അപ്പോൾ ജിമ്മിന് ഇപ്പോൾ പോകില്ല. കുറച്ച് ദിവസമായിട്ട് കുറേ ലീവ്, ക്രിസ്മസിന് അന്ന് ലീവ് എടുത്തതാണ്. പിന്നെ അതിന് ശേഷം പോയിട്ടില്ല. ഇനി മെല്ലെ 1-2 പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ജിമ്മിൽ പോകണം. എന്നിട്ടാണ് അടുത്തത്. സോ ആ സമയത്ത് നമുക്ക് ഈ എണ്ണപ്പലഹാരം ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റാണ്ടാകും. ഷുഗർ കണ്ടൻസ് അതും കഴിക്കാൻ പറ്റാണ്ടാകും. നോക്കാം എന്താവണമെന്ന്. എനിക്കൊരു ബോഗൻവില്ല മനസ്സിലായി. ഞാൻ പോകുന്ന റൂട്ടിലാണ് ആ ഒരു ബോഗൻവില്ല ഉള്ളത്. നല്ല രസമാണ് കാണാൻ അതിൻ്റെ അടുത്തിൽ കൂടെ. പിന്നെ ഈ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു ഏരിയ, ഈ ഒരു പാർക്കം പറയാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആണ്. ചുറ്റും ഫ്ലവേഴ്സ്, വീടുകളും ഒക്കെ കാണാൻ. ഞാൻ പറഞ്ഞത് എവിടെ നിന്നുള്ളത് അത് കാണാൻ ശരിക്കും ബോഗൻവില്ല പോലെയല്ലേ. ആ പൂക്കൾ കൊണ്ടാണ് അത് ബോഗൻ എന്ന് പറയുന്നത്. പൂക്കളുടെ പേരാണ് ബോഗൻ. ബട്ട് എന്നാലും എന്താ പറയുക, അത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു സന്ധ്യ ടൈമിൽ കാണാൻ നല്ല രസമാണ്. എപ്പോഴും ഒരു ചിരപ്പായിട്ട് തോന്നും. ബിക്കോസ് നമ്മൾ ഭയങ്കര ഇതായിട്ട് വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ. അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ന്യൂ ഇയർ ആയിരുന്നല്ലോ. സോ മാത്രമല്ല പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ നമ്മളുടെ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലൈഫല്ല, പുതിയ നമ്മളുടെ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ അതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് പ്ലാൻസ്, റെസൊല്യൂഷൻസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഐ ഹോപ്പ് ഈ ഇയർ എങ്ങനെ പോകും എന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് സോ മെനി ഇമോഷൻസ്, സോ മെനി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇതൊക്കെ ഉണ്ടാകും. നോക്കാം. നമുക്ക് എന്തായാലും ചലഞ്ചസ് ആയാലും എന്തായാലും നെവർ ബി ഗിവ് അപ്പ്. ആ ഒരു റെസൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. സോ വാട്ട് എവർ, നെവർ ഗിവ് അപ്പ്. എന്തൊരു സിറ്റുവേഷനിലും ഏതൊരിതും നമ്മൾ തോറ്റു കൊടുക്കരുത്. ഈവൻ നമ്മളത് ശ്രമിക്കണം. ഇതിന് മുമ്പും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ബട്ട് എന്നാലും ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ വന്നിട്ട് ചെയ്യാനുണ്ട്, ചെയ്ത് തീർക്കാനുണ്ട്. സോ അതെല്ലാം ഈ ഇയർ എനിക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ അതുപോലെ തന്നെ ഒരുപാട് ഡ്രീംസ്, ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ പറയാം. ഓരോരോ റെസൊല്യൂഷൻസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് രാവിലെ പോകുമ്പോൾ ഒക്കെ എന്നെ എനർജി കയറ്റിയിട്ട് പോയി, തിരിച്ച് വരുമ്പോൾ ഉണങ്ങി മത്തി പോലെ വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഒന്ന് പോയി ഒന്ന് ഫ്രഷപ്പ് ആവണം, ദെൻ കുറച്ച് നേരം കിടക്കണം, എന്നിട്ട് വേണം അടുത്ത നീ ഫുഡ് കഴിക്കാനും ഇതൊക്കെ. പിന്നെ ഇപ്പോൾ യെസ് ഇത്രയേ ഉള്ളൂ. ദെൻ നാളെ രാവിലെ നമുക്ക് നെക്സ്റ്റത്തെ പരിപാടികൾ എന്താ, പിന്നെ ഉടനെ തന്നെ നമ്മൾ ഓഫീസിലത്തെ കാര്യങ്ങൾ കൊണ്ടുവരും. ബിക്കോസ് ഓഫീസിലത്തെ ഞാൻ ഇടാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പ്രൈവസീസ് ഉണ്ട്. സോ എൻ്റെ മാത്രം അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഓഫീസിലത്തെ എടുത്തിട്ടില്ല. ഓഫീസിലേക്ക് പോണതും ഓഫീസിലേക്ക് തിരിച്ചു വരുന്നതും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓരോരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോരോ വീഡിയോസും എല്ലാം വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, സോ മാക്സിമം ആൾക്കാർ എൻ്റെ വീഡിയോസ് വന്നിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ന്യൂ കമറായിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ പറയുന്ന ചില ഐഡിയാസ്, ചില ചലഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. സോ ഇന്നത്തെ ഡേ ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. സോ day 1 hopefully good and super. Then thank you so much for looking my videos and bye bye. Stay tuned. Hi guys.